സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, വേദിയിലിരിക്കുന്ന ബാലൂട്ടൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സ്പോർട്സ് താരങ്ങളെ, രക്ഷിതാക്കളെ, ഇന്ന് 2 ചടങ്ങുകൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഒന്ന് ഒളിമ്പിക് ഡേ സെലിബ്രേഷനും 2 സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പുമാണ്. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി വേദിയിലിരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെമ്പാടും ഇന്ന് കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വന്നിരിക്കുന്നതും പൂർണ്ണമായും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിനുള്ള വലിയ പ്രസക്തിയില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സ് ഇവന്റുകളാകുമ്പം അതിൽ ഉദ്ഘാടന പ്രസംഗം കേൾക്കാൻ ആളുകൾ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും മത്സരത്തിലായിരിക്കാം. പക്ഷേ ഞങ്ങൾ 2 പേരും വളരെ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കും. ഞാനേതായാലും പ്രസംഗം നിർത്തും. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിയും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കാൻ സാധ്യതയുള്ളൂ. ഈ വരുന്ന ജൂൺ 23-നാണ് ഒളിമ്പിക് ഡേ. ലോകത്തെമ്പാടും ഒളിമ്പിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആധുനിക ഒളിമ്പിക്സിന് രൂപം കൊടുത്ത ദിനമായിട്ടാണ്. ആധുനിക ഒളിമ്പിക്സിന് രൂപം കൊടുത്തതിൻ്റെ ഭാഗമായാണ് ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ ലോകത്തെമ്പാടും സംഘടിപ്പിക്കുന്നത്. അത് അടുത്ത ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒളിമ്പിക് അസോസിയേഷനും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ജൂലൈ മാസം 26-ന് ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുകയാണ്. സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ നടത്തുന്നത് ഒന്ന് നല്ല നിലയിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനും ഒപ്പം നല്ല നിലയിൽ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും വേണ്ടിയാണ്. സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും അതുപോലെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനുമാണ് ഒളിമ്പിക് ഡേ നമ്മളെല്ലാം ആഘോഷിക്കുന്നത്. ഇവിടെ ആധുനിക ഒളിമ്പിക്സിൻ്റെ ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഈ ആഘോഷം തുടക്കം കുറിച്ചത് 1948-ലാണ്. 1896-ലാണ് ഗ്രീസിന്റെ ഏതൻസിൽ ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ എത്ര വർഷം നാം പിന്നിട്ടു? 1896 കഴിഞ്ഞ് ഏതാണ്ട് 100 ചില്ലാനം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 130 വർഷം എന്ന് വേണമെങ്കിൽ പറയാം എക്സാക്റ്റായി. ആ നിലയിൽ ഇവിടെ സ്പോർട്സിന് ഒരുപക്ഷെ ലോകത്തെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കണ്ണി സ്പോർട്സാണ്. സ്പോർട്സ് ഇവന്റ് ഉണ്ടെങ്കിൽ കാണാത്തവർ ആരെങ്കിലുണ്ടോ? ഇപ്പോൾ തന്നെ ഒരു ഭാഗത്ത് യൂറോ കപ്പ് നടക്കുന്നു, വേറൊരു ഭാഗത്ത് T20 വേൾഡ് കപ്പ് നടക്കുന്നു. അപ്പോൾ വൈകുന്നേരം ആകുന്നതോടുകൂടി എല്ലാവരും എൻഗേജ്ഡാണ്. കാരണം ഇത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മറ്റൊരു വിനോദമില്ല. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിനോദം സ്പോർട്സ് ഇവന്റ് തന്നെയാണ്. വൈകുന്നേരം ആകുമ്പം TV-ക്ക് മുന്നിൽ നാം ചടഞ്ഞിരിക്കുന്നത് യൂറോ കപ്പ് കാണാനാണ്. രാത്രിയാകുമ്പോൾ നാം ഇരിക്കുന്നത് T20 വേൾഡ് കപ്പ് അമേരിക്കയിൽ വെച്ച് നടക്കുകയാണ്. ഇപ്പൊ സ്പോർട്സ് എന്നൊരു ഇവന്റ് മനുഷ്യനുണ്ടാക്കിയ സ്വാധീനത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒളിമ്പിക്. ഇവിടെ ഇപ്പൊ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ്. കരാട്ടെ പരിശീലനം നടത്തുന്ന കുട്ടികളോട് ഇത് വെറുതെ ആളെ മേക്കിട്ട് പ്രയോഗിക്കുകയും ഇതൊരു സെൽഫ് ഡിഫൻസായി നിങ്ങൾ കാണും. ഇപ്പൊ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നുണ്ട്. ഇതും ഒരു ഇവന്റാണ്. ജപ്പാനിൽ തുടങ്ങിയ ഒരു ഇവന്റാണ് കരാട്ടെ. ജപ്പാനിൽ തുടങ്ങിയ ഇവന്റ് ആണെങ്കിൽ ഇതിനും ഉള്ള സ്വീകാര്യത ചെറുതല്ല. വലിയ രീതിയിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ, മുതിർന്നവർക്കിടയിൽ, യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ളൊരു ഇവന്റാണ് കരാട്ടെ. ഇത്രയും അധികം ആളുകൾ നിങ്ങൾ ആലോചിക്കണം. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും രാവിലെ 9 മണിക്കൂടെ തടിച്ചുകൂടണമെങ്കിൽ നിങ്ങൾ ഈ ഇവന്റിനോടുള്ള സ്നേഹമാണ്, ഇവന്റിനോട് താല്പര്യം എത്രമാത്രമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയില്ല ഈ സ്റ്റേഡിയത്തിനകത്ത്.
ഈ സ്റ്റേഡിയത്തിനകത്ത് ഇത്രയും ആളുകൾ തടിച്ചു കൂടുന്നത് കരാട്ട എന്നൊരു ഇവന്റ്, ഞാൻ കരാട്ട ചാമ്പ്യൻഷിപ്പ് 1-2 തവണ ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. വളരെ കൃത്യത, ആ കൃത്യതയാണ് നിങ്ങൾ എത്തിച്ചത്. ഇവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണിക്കുന്നത് ഈ ടൂർണമെന്റിലൂടെ നിങ്ങളുടെ താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട്, എന്റെ മുന്നിൽ കാണുന്ന ഭൂരിഭാഗം കുട്ടികളാണ്, കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പരിശീലനം നടത്തുമ്പോൾ തന്നെ പഠനവും നടത്തണം. നല്ല രീതിയിൽ പഠിക്കാനും ഒപ്പം കായിക വിനോദത്തിൽ നിങ്ങൾ ഊന്നൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത്തരം വിനോദങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുന്ന എന്റെ വിശ്വാസം, ഇത്തരം വിനോദങ്ങളെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഈ കരാട്ട പോലുള്ള അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റിന് നാം പ്രാമുഖ്യം കൊടുക്കണം. കാരണം നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് ഡ്രഗ്സിന്റെ പലതരത്തിൽ ഡ്രഗ്സിന്റെ ഉപയോഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഡ്രഗ്സിന്റെ ഉപയോഗം തടയാൻ എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം, പോലീസിനെ കൊണ്ട്, എക്സൈസിനെ കൊണ്ട് മാത്രം സാധിക്കുന്നല്ല. പോലീസിനും എക്സൈസിനും അപ്പുറത്ത് ഓരോ കുട്ടിക്കും ചെറുപ്പക്കാരനും തോന്നുന്നത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കാൻ പാടില്ലെന്നവന് തോന്നണമെങ്കിൽ അവനെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. അവന്റെ ആരോഗ്യത്തെക്കുറിച്ച്, അവന്റെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച്, സ്റ്റാമിനയെ കുറിച്ച് ബോധ്യമുള്ളതാക്കി മാറ്റണം. ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിച്ച സംസ്ഥാനം ഹരിയാനയായിരുന്നു. ആ ഹരിയാന സർക്കാർ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് കുട്ടികൾക്ക് ബോധ്യം വന്നു. ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ബോധ്യം വന്നപ്പോൾ കുട്ടികൾ പതിയെ അവർ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കരാട്ട നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് ഒരു ഗെയിമാണ്, നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പൊ അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്, ആവശ്യമായി വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. മറ്റെന്തുണ്ടായിട്ടില്ല, നമുക്ക് ആരോഗ്യമില്ലെങ്കിലും. അപ്പൊ തീർച്ചയായും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം കായിക വിനോദങ്ങൾക്ക് സാധിക്കും. ഒളിമ്പിക് അസോസിയേഷൻ മുൻകൈ എടുക്കണം. ഓരോ സ്കൂളിനകത്തും എങ്ങനെയൊക്കെ പരിശീലനം കൊടുക്കാൻ, ഏതൊക്കെ ആക്ടിവിറ്റീസ്, കരാട്ട മാത്രമല്ല, ബാസ്കറ്റ്ബോൾ ഉണ്ട്, ഹോക്കി ഉണ്ട്, ഏതൊക്കെ ഇവന്റുകൾ സ്കൂളിനകത്ത്, അതിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെന്റും തീരുമാനമെടുത്താൽ ആ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ സ്പോർട്സ് ഇവന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സ്പോർട്സ് ഇവന്റ് കൊണ്ട് മാത്രമേ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ബോധ്യമുണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്ന തെറ്റായ പ്രവണതകളെ നമുക്ക് ഒരു പരിധി വരെ ചേർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ കടന്നു പോകുന്നില്ല. ഈ ഒളിമ്പിക് അസോസിയേഷൻ ഇവിടെ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ, ഇവിടെ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ വന്ന് പങ്കെടുക്കുന്ന കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവർക്കും ചാമ്പ്യന്മാരാവാൻ കഴിയില്ല. പക്ഷെ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മത്സരിക്കുക, സമ്മാനം നേടാൻ തന്നെ വേണ്ടി മത്സരിക്കുക. സമ്മാനം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത തവണത്തേക്ക് വേണ്ടിയുള്ള പോരാടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് പരാജയത്തിൽ നിന്നാണ് ജയിക്കാനുള്ള വാശി ഉണ്ടാവുക. ഒറ്റയടിക്കനെ ജയിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ പക്ഷെ ഇത് അത്രയേ ഉള്ളൂ എന്ന്. മറിച്ച് ഓരോ കുട്ടികൾ നടക്കുന്നെങ്ങനെ, പ്രസവിച്ച ഉടനെ കുഞ്ഞ് അധികം നടക്കുന്നില്ലല്ലോ. ആദ്യം എഴഞ്ഞ്, പിന്നെ പിടിച്ച് നടന്ന്, പിന്നെ ഓടുന്നത്. അതുപോലെ ഒറ്റ മത്സരത്തിൽ തന്നെ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. വീണ്ടും മത്സരിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവും, ഒരു ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാകും. ആ നിലയിലേക്ക് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളെയും എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം ഈ ട്രിവാൻഡ്രം ഒളിമ്പിക് അസോസിയേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. നിരവധിയായ പരിപാടികൾ നടക്കുന്നത് ഞാൻ പത്രത്തിലും ഒപ്പം സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാണുന്നത് ഈ ഒളിമ്പിക് അസോസിയേഷന് മറ്റ് താല്പര്യങ്ങളില്ല. ഈ ഒളിമ്പിക് അസോസിയേഷന്റെ താല്പര്യം കേവലം സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ നിലയിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് നിങ്ങളുടെ എല്ലാ അനുഭാവത്തോടുകൂടി ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഏറ്റവും ബഹുമാനീയനും പ്രിയങ്കരമായിട്ടുള്ള സ്പീക്കർ ഷംസുദ്ദീൻ, ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് ബാലഗോപാൽ, മറ്റ് വേദിയിൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ
പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുമെന്നുള്ള കാര്യം ആദ്യമായി തന്നെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ ഇന്ന് എല്ലാ നിലയിലും കായിക രംഗത്ത് ഇടപെടുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഒളിമ്പിക് മത്സരങ്ങളുടെ ഭാഗമായി 14 ജില്ലകളിലും മത്സരങ്ങൾ നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പുതിയ പാഠപുസ്തകങ്ങളിൽ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പാഠഭാഗങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മൈതാനങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്തതിന് വേണ്ടി ചില നിബന്ധനകൾക്ക് വിധേയമായി സ്കൂൾ മൈതാനങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആലോചന ഗവൺമെന്റ് സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു ഗെയിംസ് ആയിരുന്നാലും കായിക ഇനമായിരുന്നാലും മത്സരങ്ങളാണ് വ്യക്തികളെ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ധാരാളം മത്സരങ്ങളാണ് നമുക്കിവിടെ നടക്കേണ്ടത്. ഇവിടെ മാതൃകാപരമായി നടത്തുന്ന ഈ മത്സരത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ കരാട്ടെ മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഫസ്റ്റ് ട്രിവാൻഡ്രം ഓപ്പൺ 24 ഇത് ആദ്യത്തെയാണ്. എല്ലാ വർഷവും നമുക്കിത് ആവർത്തിക്കേണ്ടതുണ്ട്. ആദ്യ ട്രിവാൻഡ്രം ഓപ്പൺ കരാട്ടെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസിനെ എത്തിച്ച SKA ഒരു നല്ല കയ്യടി കൊടുത്തേ. യെസ്, കം ഓൺ, കയ്യടി വീണ്ടും. ഇനി നമുക്ക് സെക്കൻഡ് റണ്ണറപ്പ് ആണ് JKNSK. സെക്കൻഡ് റണ്ണറപ്പ് വിത്ത്
284 points. ഫസ്റ്റ് റണ്ണറപ്പിന്റെ ട്രോഫി കൊടുക്കുന്നു SKA. കൺഗ്രാറ്റ്സ് SKA. ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസിനെ എത്തിച്ചു. ഫസ്റ്റ് റണ്ണറപ്പായി വലിയ കയ്യടി അർഹിക്കുന്നു. അത്യാവശ്യം ഒരു ലൈഫ് സൈസ് ട്രോഫിയാണ് നിങ്ങൾക്ക്. അടിപൊളി. Come on. Athingal Karate team with 685 points. First champions in Trivandrum Open, post Trivandrum Open 2024. Come on.